സ്നേഹമുള്ള വചനയാത്രക്കാർക്ക് ആഗമനകാലം 2-ാം ഞായറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തകളെ നമ്മൾ 5 പോയിൻ്റുകളായിട്ടാണ് ക്രമീകരിക്കുന്നത്. 1. സാമൂഹിക ചുറ്റുപാട്. രാഷ്ട്രീയമായി യൂദയ രാജ്യം സീസറിൻ്റെ അധികാരപരിധിയിലായിരുന്നു. മതപരമായി ഫരിസേയർ, സദുച്ചേയർ, എസീനുകൾ, വിപ്ലവകാരികൾ എന്ന 4 പ്രബല വിഭാഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ കാരണം സാധാരണ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. എങ്കിലും അവർ പ്രത്യാശയിൽ ജീവിച്ചു. ഇസ്രായേലിനെ പുനരുദ്ധരിക്കാനുള്ള മിശിഹ ഉടൻ വരും എന്നവർ പ്രതീക്ഷിച്ചു. 2. മതപരമായ ചുറ്റുപാട്. യേശു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യായും 200 വർഷങ്ങൾക്ക് ശേഷം മലാക്കിയും മിശിഹായുടെ വരവിന് മുമ്പ് മിശിഹായ്ക്ക് വഴിയൊരുക്കാനായി ഏലിയയുടെ തീക്ഷ്ണതയോടെ സ്നാപക യോഹന്നാൻ വരുമെന്ന് പ്രവചിച്ചിരുന്നു. അത് താനാണെന്നും സ്നാപക യോഹന്നാൻ മനസ്സിലാക്കിയിരുന്നു. യെശയ്യാ 40:3, മലാക്കി 3:1, യോഹന്നാൻ 1:23. 3. സ്നാപക യോഹന്നാൻ്റെ സന്ദേശം: മാനസാന്തരപ്പെടുക. തിന്മ നിറഞ്ഞ മനസ്സും വ്യവസ്ഥിതികളും ഒരേ സമയം ഒരുപോലെ മാറുന്നതാണ് മാനസാന്തരം. ഇത് സമഗ്രവും സമൂലവുമായ മാറ്റമാണ്. ഈ 2-ാം ഞായറിൽ നമ്മൾ തെളിക്കുന്ന ബേത്ലഹേം തിരി അഥവാ സമാധാന തിരി നമ്മുടെ ജീവിതത്തിൽ ജ്വലിച്ചു നിൽക്കണമെങ്കിൽ മാനസാന്തരം സംഭവിച്ചേ മതിയാവൂ. കാരണം ഹൃദയശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കാണാൻ കഴിയുക. മത്തായി 5:8. ജനം പാപത്തിൽ നിലനിന്നാൽ രക്ഷയ്ക്ക് പകരം ശിക്ഷ ലഭിക്കുമെന്നും സ്നാപക യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നു. 4. സ്നാപക യോഹന്നാൻ നൽകിയ സ്നാനം. കൗദാശിക ജ്ഞാനസ്നാനത്തിൽ നിന്ന് വ്യത്യസ്തമാണിത്. മിശിഹായുടെ വരവിനൊരുങ്ങാനായി യോഹന്നാൻ നൽകിയത് അനുതാപത്തിൻ്റെ മാമോദിസയാണ്. യെശയ്യാ 1:16. പഴയ നിയമത്തിൽ ക്ഷാളനം ബാഹ്യമായ ശുദ്ധിയായിരുന്നു. എന്നാൽ സ്നാപക യോഹന്നാൻ്റേത് ആന്തരിക ക്ഷാളനം സൂചിപ്പിക്കുന്ന മാനസാന്തരത്തിൻ്റെ മാമോദീസയാണ്. ഇത് മിശിഹായെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ്. യേശുവിൻ്റെ മാമോദീസ പുനർജനനത്തിൻ്റേതാണ്. പുനർജനനത്തിലൂടെ യേശുവിനെ തന്നെ സ്വന്തമാക്കാനുള്ളവരാണ് നമ്മൾ. സ്നാപക യോഹന്നാൻ്റെ സ്നാനത്തിന് ഏറെ സ്വാധീനവും പ്രചാരവും ഉണ്ടായിരുന്നുവെന്ന് രേഖകൾ തെളിയിക്കുകയാണ്. 5. യേശു സ്നാനം നൽകുന്നത് അനുതപിക്കുന്ന പാപിക്കാണ്. ദൈവ ആത്മാവ് അശുദ്ധിയെ ഇല്ലാതാക്കും. അഗ്നി ദൈവത്തിൻ്റെ പ്രതീകമാണ്. കാരണം രക്ഷ ആരുടെയും സ്വകാര്യ സ്വത്തല്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാരമ്പര്യം പറഞ്ഞതുകൊണ്ട് മാത്രം ആരും രക്ഷപ്പെടുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.